ഹലോ ഗൈസ്, എല്ലാവർക്കും അമ്മൂസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി. അപ്പോൾ ഇന്ന് നമ്മളുടെ കടൻ്റെ അടുത്തു നിന്നും ഘോഷയാത്രയുണ്ട്. അപ്പോൾ ഘോഷയാത്രയിൽ നമ്മളുടെ അക്ഷയ് ശ്രീകൃഷ്ണൻ വേഷം കെട്ടുന്നുണ്ട്. അക്ഷയ് ഇവൻ തന്നെയാണ്. അപ്പോൾ അവൻ ഷേവ് ചെയ്യാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം രാവിലെ എണീറ്റിട്ട് കടയിൽ വന്നതും പെട്ടെന്ന് ചേച്ചി നമ്മളുടെ മണിയേട്ടൻ പറഞ്ഞു, മണിയേട്ടൻ ഇതാണ്. അപ്പോൾ മണിയേട്ടൻ പറഞ്ഞു, അപ്പോൾ അവൻ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇനി അടുത്തത് അവൻ ക്ലീൻ ഷേവ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഷേവ് ചെയ്തത് വന്നു. ഷേവ് ചെയ്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അവൻ. ഷേവ് ചെയ്യാൻ വേണ്ടി പോയി. ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വിചാരിച്ച് ഷേവ് ചെയ്യേണ്ടാന്ന്. പിന്നെ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ഷേവ് ചെയ്യണമെന്ന്. അങ്ങനെ അവൻ ഷേവ് ചെയ്യാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ഷേവൊക്കെ ചെയ്ത് ആൾ റെഡിയായി. ഇനി അടുത്തത് കൃഷ്ണവേഷം കെട്ടട്ടെ എന്ന് കൊണ്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവനെ കാണാം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകണം. അപ്പോൾ മണിയേട്ടൻ്റെ അവിടുത്തെ നമ്മളന്ന് അന്നദാനം കഴിച്ചില്ലേ, ആ അമ്പലത്തിലായിരുന്നു. അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ മണിയേട്ടൻ അവനെ കൂട്ടിയിട്ട് പോവും. അപ്പോൾ അവൻ പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവനെ കൃഷ്ണവേഷത്തിൽ കാണാം, അല്ലേ ഗൈസ്? അപ്പോൾ എല്ലാവരുടെയും ഉണ്ടോ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ? എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് കമൻറ്റ് ചെയ്യൂ. നമ്മളുടെ വീട്ടിൻ്റെ അവിടെയൊന്നുമില്ല, ഇവിടെ ഷോപ്പിൻ്റെ അവിടെയാണ് പരിപാടി ഉള്ളത്. അവിടെ കുറച്ച് അപ്പുറത്തെ അമ്പലത്തിൽ നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ആഘോഷം നമ്മളുടെ കടൻ്റെ ഫ്രണ്ടിൽ കൂടെ വരാൻ തുടങ്ങി. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇവൻ വണ്ടിയിലുണ്ടാവുന്നതാണ്, നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ ശ്രദ്ധ. അപ്പോൾ എങ്ങനെയാണ് ഇവൻ വേഷം കെട്ടിയിട്ടുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യം ഞങ്ങൾ ഫ്രണ്ടിൽ നോക്കി, ഫ്രണ്ട് സീറ്റിൽ അവനെ കണ്ടില്ല. പിന്നെ ബാക്ക് സൈഡൊക്കെ നോക്കി. പിന്നെ ചേച്ചിയും കുറേ നോക്കി ഞങ്ങൾ. അപ്പോൾ കാണാൻ പറ്റിയില്ല. അതായത് ഞങ്ങൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു അവൻ്റെ ലുക്ക്. അയ്യോ, ഞങ്ങൾ കണ്ടിട്ട് വൻ സീനായിരുന്നു. ഒരേ ചിരിയായിരുന്നു അവനെ കണ്ടിട്ട്. അപ്പോൾ രസമൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് നീല കളർ കംപ്ലീറ്റ് ദേഹം മൊത്തം തേച്ച ആളാകെ മാറി കൃഷ്ണനായി. പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് സ്വീറ്റ്സൊക്കെ തരുമല്ലോ. അപ്പോൾ അവരുടെ അതായത് ബൂന്തി എന്നാണ് പറയുക. അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റായിട്ട് ഇങ്ങനെ ഘോഷയാത്ര പോണ സമയത്ത് സൈഡിൽ നിൽക്കുന്ന കടക്കാർക്കും അവിടെ നിൽക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ നമ്മളുടെ അക്ഷയ് കിരീടമൊക്കെ ചൂടി പൂമാലയൊക്കെ എഴുത്തിലിട്ടിട്ട് ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് അവൻ വിചാരിച്ച് ഞാൻ വണ്ടിയിൽ ഇങ്ങനെ വരാമെന്നൊക്കെ കൊണ്ട് പോയതാണ്. നോക്കുമ്പോൾ അവൻ അവിടെ നിന്ന് തുടങ്ങി നടക്കാൻ. അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. പാലക്കാടൻ ഗുരുവായൂരൊക്കെ ഇതിൻ്റെ ആഘോഷം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടാവും. ഗുരുവായൂർ അമ്പലത്തിലൊക്കെ. നമ്മളുടെ ഇവിടെ പരുത്തിപ്പള്ളിയിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം. ഇതിപ്പോൾ ഒരു ടീമാണ്. ഇങ്ങനെ ഒരു 4-5 ടീമുണ്ട്. അവരെല്ലാവരും കൂടി അമ്പലത്തിൽ പോയിട്ടാണ് ആഘോഷം. അപ്പോൾ നമുക്ക് ബൂന്തിയൊക്കെ കിട്ടി. ഇനി നമ്മൾ ബൂന്തിയൊക്കെ കഴിക്കും. അമ്പലത്തേക്കൊന്നും പോവില്ല, കാരണം കട അടച്ചിട്ട് എന്തായാലും പോകുന്നില്ല. അപ്പോൾ ഇതൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്.